ഇതില് നിറയെ ടീമുണ്ട് കേട്ടോ. എൻജോയ്. അത് പിന്നെ ജമ്പലിയുടെ നല്ല രസമായിരിക്കും കളി. കില്ലോസ് അവളെ വിളിക്കണ്ടായിരുന്നു. ഓക്കെ, ലോഞ്ച് ബേസ് അത്യാവശ്യം നല്ല ഇതുണ്ടല്ലേ, ക്രൗഡാണല്ലേ. എനിക്ക് മുകളിൽ നിന്നൊക്കെ ചാടി പറന്നിരിക്കാൻ മറ്റേ ഇതിലുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ആ ടവറിൽ വരും ഇല്ലേ. അത്ര ആള് കാണാൻ വേണ്ടിട്ട് കില്ല് 2 ബോട്ട് കത്തതാണ്. ടു ബാഡ്. നോക്കണ്ടല്ലോ ആൾക്കാര്. ഒന്നുമില്ലേ, സ്പോൺ ആവണില്ലേ? ആവത്തായിരിക്കും. എവിടാ അവകാശം ഉണ്ടോ? ഒരു സ്നൈപ്പർ പേര് പറഞ്ഞു. ഇന്നലെ രാഴ്ച വന്നപ്പോഴാണ് വിച്ചർ കളിച്ച. അവൻ മറ്റേ എക്സ്ബോക്സ് കണ്ടില്ലായിരുന്നല്ല. അപ്പം ഇല്ല, നമ്മള് വീട്ടിൽ വന്ന് ഇരുന്നില്ലല്ലോ ഒരു ദിവസവും. വന്നെങ്കിലും എപ്പോഴും എവിടെ പുതിയ അപ്ഡേറ്റ് ഉള്ളതാണ്. ഞാൻ പഴയതേ കളിച്ചിട്ടില്ല. പിന്നെയാണ് പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നില്ല. പുതിയതുണ്ടോ? റേഞ്ച് ഇല്ലേ? സൂപ്പർ. ഞാൻ ഇവിടെ കുറെ നേരത്തെ അവനെ വെടിവെച്ചോണ്ടിരിക്കുകയാണ്. ഒരെണ്ണം പോലും കൊണ്ടില്ല. ഞാൻ ഇവിടെ വെടിവെക്കില്ല. എനിക്ക് ഈ ടൈപ്പ് 25 ആയതുകൊണ്ട് തെക്ക് ഉടക്ക പോകും. അപ്പൊ ഞാൻ ഗണ്ണ് സ്വിച്ച് ചെയ്ത് സ്നൈപ്പർ എടുത്തപ്പോ ദേനൊക്കെ ഞാൻ തെക്ക് വടക്ക് വെച്ചതിൽ എന്തോ 4-5 കൊണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഉന്നില്ലാത്ത ഞാൻ വെടിവെച്ച ഒരു എന്നിട്ട് ഞാൻ അതിനകത്തൊരു ലെവലിൽ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശേഷി പറഞ്ഞത് അതിനകത്ത് ഓരോ വില്ലന്മാർക്ക് ലെവലൊക്കെ ഉണ്ട്. ആ ലെവൽ എത്തിയിട്ട് വേണം അത് കളിക്കാനും. അപ്പൊ നോക്കിയപ്പോ ഞാൻ എന്റെ ലെവല് 3, അതിനകത്തുള്ള വില്ലന്റെ ലെവല് 6. പിന്നെ അവിടെ മിഷൻ എന്റെ ഇപ്പോഴത്തെ ലെവല് വിച്ചറിന്റെ ലെവൽ 50 എത്രയായി. ഞാൻ ഇപ്പൊ രണ്ടാമതൊന്നുകൂടെ കളിക്കണം മറ്റേ ഇത് വെച്ചിട്ട്, വേറെ മോഡിലിട്ട്. അതിന് പക്ഷെ ഒരു സോഡ് ഉണ്ട് കേട്ടോ, മറ്റേ നമ്മളെ ഇതിൽ നിന്ന് കിട്ടൂലേ, എന്താ പറയാ, മറ്റേ ഡ്രാക്കുളയുടെ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ കേവിൽ നിന്ന് കിട്ടും ഒരു സോഡിന്റെ സെറ്റും. അത് വെച്ച് ആൾക്കാരൊക്കെ നമ്മളെ ഹെൽത്ത് റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അങ്ങനൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നിന്ന് അവസാനം വെളിയിൽ ചുറ്റാവാൻ നോക്കിയിട്ട് വഴിയില്ല. പിന്നെ വേറൊരു സേവ്ഡ് സ്ലോട്ട് കിടന്നേ പോയിട്ട് അതെടുത്ത് കളിച്ച് പിന്നെ അതെടുത്ത് കളിക്കാൻ പോയപ്പോൾ കരടിയൊക്കെ വേറെ എൽഡർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലേ, എൽഡർ ഡ്രാക്കുള അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അതിന്റെ ഒരു കേവ് ഉണ്ട്. ആ കേവിന്റെ അകത്ത് പോയാൽ അത് വെറുതെ വന്ന് നമ്മളെ കളിച്ച് കൊന്നിട്ട് പോകും. ഇല്ല, ലെവലപ്പായെന്നല്ല, ഗെയിം ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം ആ കേവിന്റെ അകത്ത് നമ്മൾ പോയാ അവൻ നമ്മളെ വന്ന് കളിച്ച് കൊന്നിട്ട് പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മുകളിൽ നിന്ന് ഇങ്ങനെ വരും, തൂങ്ങി വരും, നമ്മളെ കഴുത്തി വന്ന് കടിച്ച് ബ്ലഡ് അങ്ങ് കുടിച്ച് കൊന്നിട്ട് പോകും. ഇല്ല ഇല്ല, അങ്ങനെ അവിടെ നിന്ന് വെളിയിറങ്ങി. അതുകൊണ്ട് നീ ഇപ്പൊ ഇതുവരെ അത് കളിച്ചിട്ടില്ല. ഇല്ലടാ, എന്റെ അത് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഒന്നും ഒരു കാലത്ത് ഇല്ലല്ലോ.
ഞാൻ എപ്പോഴും 2 ജനറേഷൻ പിന്നെ ഉള്ള സിസ്റ്റം ഓടിച്ചോണ്ടിരിക്കും. പറഞ്ഞില്ലേ പോട്ടെ വാ. അവന്മാരെല്ലാം ഇടിച്ചിട്ടാ എനിക്ക് നിക്കണ വണ്ടിയിൽ ഇടിച്ചു തെറിച്ചു പോയല്ലേ. ഞാൻ ഓടിക്കൊണ്ടിരുന്നപ്പോ വന്ന് റിവേഴ്സ് എടുത്ത് തന്നെ ഇടിച്ചിട്ടിട്ട്. അവന്മാരെല്ലാം അണ്ടർഗ്രൗണ്ട് കളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അണ്ടർഗ്രൗണ്ട് 2 കളിച്ചത്. അവന്മാരെല്ലാം മോസ്റ്റ് വാണ്ടഡ് കളിച്ചപ്പോ എന്റെ സിസ്റ്റത്തിന് അത് അറിഞ്ഞൂടാ, അത് കണ്ടുകൂടാ. 250 MB റാം. പിന്നെ അത് കഴിഞ്ഞ് മോസ്റ്റ് വാണ്ടഡ് രാഷിന്റെ അവിടെയാണ് കളിച്ചിട്ടുള്ളത്, ഇവന്റെ അവിടെ. പിന്നെ റണ്ണെല്ലാം കളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റണ്ണ് സപ്പോർട്ട് ആവണ ഒരു PC അതില് പിന്നെ GTA 5 വരെ കളിച്ചു. പക്ഷെ GTA 4 അല്ലേ സപ്പോർട്ട് ആവൂല. ഞാൻ എടുത്ത് 1.5 ഓനോ കാറാണ് ഡ്രൈവിംഗ് സീറ്റ് ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ പാറയുടെ പുറത്ത് നിൽക്കായിരുന്നു. പാറയിൽ നിന്ന് ഞാൻ വണ്ടിയിലോട്ട് ചാടിയപ്പോ നീ വണ്ടി ഫ്രണ്ടിലോട്ട് ഇടും. അപ്പൊ ഞാൻ വണ്ടിയിലെ ബാക്കിലോട്ട് ചുമ്മാ ഒന്ന് വണ്ടിയിൽ രണ്ടുപേരും. അതിന്റെ അപ്പുറത്തിറങ്ങുന്ന ഹെലികോപ്റ്റർ പിന്നെ നമ്മൾ 60%. എല്ലാ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ ന്യൂക്ലിയർ ആ വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയായിരുന്നു. 2 എടുത്തിട്ടുണ്ട്, 3 എടുത്തിട്ടുണ്ട്. നിങ്ങളല്ല, ഒരാക്കേ കിട്ടിയുള്ളൂ. നമ്മൾ നിന്നെടുത്തിട്ടോ ഇന്നലത്തെ ടീം അതാ. ഇന്നലെ ഉണ്ടായിരുന്നു ഹണ്ടറൊക്കെ. ഹണ്ടർ ലോക്കസ് ആണല്ലേ. ഒരാൾ മാത്രമേ ദൂരെ ന്യൂക്ലിയർ പ്ലാന്റ് ഇപ്പം നിങ്ങൾ ഡ്രോപ്പ് എടുത്തേ. ബോട്ടിനെയും പുറകെ പോക്കാം. ഇവിടെ സർക്കിൾ ആവായിരുന്നു. സ്റ്റെപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ന്യൂക്ലിയർ സൈഡിൽ നിന്ന് വരാണ്. സാനിറ്ററിയത്തിന്റെ മുകളിൽ ഹോൾഡ് ചെയ്യണം. സോൺ ഔട്ട് അല്ലേ? സാനിറ്ററി സോൺ ഔട്ട് ആണല്ലേ. സാനിറ്ററിന് അപ്പുറം പോകണല്ലോ. സാനിറ്റോറത്തിന്റെ ആ മൂലയിൽ ഇരുന്ന സോണിന്റെ അകത്ത് അത് കോമ്പൗണ്ടിന്റെ ബിൽഡിംഗ് അല്ല, കോമ്പൗണ്ടിന്റെ കോമ്പൗണ്ട് ആണല്ലേ. ഓ കോമ്പൗണ്ട് ബിൽഡിംഗ് അല്ല. അപ്പുറത്തല്ലെങ്കിൽ മറ്റേ ഹെലികോപ്റ്റർ ഒക്കെ നിൽക്കും.
സാനിറ്റൈസറിനകത്ത് 2 ബോട്ടുണ്ട്. അതിനകത്ത് നിന്നാ പ്രാന്ത് പിടിക്കും. താഴെയാണോ മുകളിലാണോ ആണെന്ന് മനസ്സിലാവില്ല. പണ്ടാകാം. ചെത്താ? 2 ബോട്ട് പിന്നെയുണ്ട്. ഇനിയുണ്ട്. ഓ ചാടി അവൻ താഴെ പോയി. ടാഗ് എടുത്തിട്ട് പോയതാണ്. മാറുപട്ടി എന്ത് പെട്ടെന്ന് സ്കോഡ് ചെയ്യുമായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞു. അവന്മാർക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു, പക്ഷേ അവന്മാർക്ക് സമയം കിട്ടിയില്ല. സ്റ്റെപ്പിൽ ട്രാപ്പ് അടിച്ചതായിരുന്നു, കിട്ടിയില്ല. ഇനി 2 പട്ടിയല്ലടാ, ഞാനാണ് ട്രിഗറാക്കി വിട്ടത് പകുതി ട്രാപ്പ്. ഞാൻ തന്നെ സോറി. സ്കൗട്ട് വന്നാ അല്ല നമുക്ക് മാർക്ക് ചെയ്യോ? ഇതാണ് വന്നത്. ഞാൻ കിട്ടിയിട്ടുള്ളൂ. വീട്ടിനെത്താൻ തോന്നുന്നു. അവിടെ ഉണ്ട്. ആ പറഞ്ഞ അവനാണ് സ്കൗട്ട് അടിച്ചത്. താഴെ ഫ്രിഡ്ജിറ്റ് ലാൻഡിലൊരു മാർക്കുണ്ട്. ബോട്ട് സ്കൗട്ട് അടിക്കുവോ? ഡിഫൻഡർ ഓടിക്കും ചില നേരത്ത്. ഇതൊക്കെ ഒന്ന് പറയാറുണ്ട്, എനിക്കറിയാൻ പാടില്ല. ട്രാപ്പ് കളിക്കുന്ന ബോട്ട് വന്നു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. നമ്മൾ നിൽക്കും അവിടെ. എനിക്ക് ഫസ്റ്റ് അടിക്കുന്ന ബോട്ടും കൂടെ പറഞ്ഞു. ബുൾഡോസറിന്റെ ടീമാണ്. മറ്റേ 100 3 പേരുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറഞ്ഞായിരിക്കും. ഞാൻ മാർക്ക് ചെയ്ത സൈഡിൽ നിന്ന് പറഞ്ഞാണ് തോന്നുന്നത്. കാരണം അവന്മാർ മറ്റേ എവിടെ ഓറഞ്ച് മാർക്ക് സോണോട്ടായാലും നോക്കായിരുന്നു. എടാ വണ്ടി ഇവിടെ ബൈക്ക് പോണു. ഇവിടെ ഇറങ്ങി. ഇവിടെ 96 വരണം അവിടെ. എടാ ഫ്രണ്ടില് ഈ പാറയുടെ പുറകെ ഒരു സ്നൈപ്പർ വെട്ട് വന്നു. ഞാനും കൊടുത്തു. നീ എവിടെ ആ പാറയുടെ മുകളിൽ. ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ടിലുണ്ട്, ആ ബിൽഡിങ്ങിന്റെ സൈഡ്. അവിടെ നിന്നാണ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്കോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. നോക്കൂ അമ്മ സോൺ ഔട്ടാണേ. നമുക്ക് ഹോൾഡ് ചെയ്യിപ്പിച്ചാലോ? ഹോൾഡ് ചെയ്യിപ്പിക്കാം. ക്ലസ്റ്റർ അടിച്ചുകൊണ്ടിരുന്നു. ക്ലസ്റ്ററിൽ ഡാമേജ് ഉണ്ട്. നൈസ്. ഓക്കെ ശരി.